Welcome to BSc Main Physics Semester 4, 7th lecture. Different types of motions. Different types of motion. This is particle dynamics portion, chapter 1 portion. Different types of motion. വ്യത്യസ്തമായ മോഷനുകൾ. ഡിഫറെൻറ്റ് ടൈപ്സ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയതാണ് മോഷൻ്റെ ഡിസ്കഷൻ. ഇവിടെ നമ്മൾ പുതിയ ഒന്ന് രണ്ട് മോഷൻ പറയുന്നതാണ്. ഇത് രണ്ടാമത്തെ മോഷനാണ്. കഴിഞ്ഞ ക്ലാസ് ഒരു മോഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ഇന്ന് രണ്ടാമത്തെ മോഷൻ, ഒരു 3-4 മോഷൻ, ഒരു 4-5 മോഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കാന്ന് പറഞ്ഞ ഒരു ടഫ് വർക്കാണ്. പക്ഷേ നമ്മുടെ സിലബസിൽ അവർ വളരെ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്തുമാത്രം പഠിക്കണമെന്നതിന് സംശയമാണ്. പക്ഷേ ടെക്സ്റ്റിനകത്ത് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ഇടുന്നവർ നിങ്ങളുടെ പുസ്തകം നോക്കി ഇടുന്നെങ്കിൽ ഇതൊക്കെ ചോദിക്കാം. പക്ഷേ നമ്മൾ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. എങ്കിലും ഞാനത് ഒന്ന് പറയണം, എല്ലാം ഒന്ന് പറയണം, ഒന്നും വിടുന്നില്ല, എല്ലാം ഒന്ന് പറയണം. എന്നിട്ട് അവസാനം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മോഷനാണ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ വെൻ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഓൺലി ഓർ ഇക്വേഷൻ ഫോർ മോഷൻ ഓഫ് പാർട്ടിക്കിൾ. അങ്ങനെ എഴുതുക ടൈറ്റിൽ. ഇക്വേഷൻ ഫോർ മോഷൻ ഓഫ് പാർട്ടിക്കിൾ വെൻ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഓൺലി. അപ്പോൾ ഫോഴ്സ് ടൈമിനെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ? അപ്പോൾ അതിന് നമ്മൾ മറ്റൊരു പേര് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻസ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻ, ലൈറ്റിനെ ഫ്രീ ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ്. ഇത് ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിങ്ങനെ കൊടുക്കാം. ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് F is F0 sin omega t. നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ പോലെയാണ് ഈ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. F is F0 sin omega t. ആ F0 ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി t ടൈമാണ്. ബട്ട് F is ma, ദാറ്റ് ഈസ് m into x ഡബിൾ ഡോട്ട്. ആക്സലറേഷനെ നമ്മൾ x ഡബിൾ ഡോട്ട് ആയിട്ട് പറയും. കാരണം x ഡോട്ട് എന്ന് പറഞ്ഞാൽ dx by dt വെലോസിറ്റിയാണ്. x ഡബിൾ ഡോട്ട് d സ്ക്വയർ x by dt സ്ക്വയർ ആക്സലറേഷനാണ്. ആക്സലറേഷനെ x ഡബിൾ ഡോട്ട് എന്ന് എഴുതും. ദാറ്റ് ഈസ് x ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു mx ഡബിൾ ഡോട്ട്. ആ മുകളിലത്തെ ഇക്വേഷൻ 1-നെ പറയുകയാണ്. mx ഡബിൾ ഡോട്ട് ഈസ് F0 സൈൻ ഒമേഗ ടി. അതിൽ നിന്ന് x ഡബിൾ ഡോട്ട് കാണുമ്പോൾ F0 by m സൈൻ ഒമേഗ ടി എന്ന് വരും. ഇൻ്റഗ്രേറ്റിംഗ്, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ x ഡബിൾ ഡോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ഡോട്ട് എന്ന് പറയും. എക്സ് ഡോട്ട് എന്ന് പറയും. കാരണം ആക്സലേഷൻ വെലോസിറ്റി ആയിട്ട് മാറും ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ. ഇപ്പുറത്ത് ഇൻ്റഗ്രൽ 0 to m F0 by m സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് x ഡോട്ട് ഈസ് ഈക്വൽ ടു, നമ്മൾ ഈ സൈൻ ഒമേഗ ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ആ ഒമേഗ പുറത്തേക്ക് എടുക്കും. അപ്പോൾ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ഒമേഗ മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതും. മൈനസ് കോസ് ഒമേഗ ടി ഫ്രം 0 to t. ദാറ്റ് ഈസ് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു F0 by m ഒമേഗ. അവിടെ ലിമിറ്റ് കൊടുക്കണം. മൈനസ് കോസ് ഒമേഗ ടി മൈനസ് കോസ് മൈനസ് കോസ് 0. അപ്പം മൈനസ് 0 എന്ന് വരും. അപ്പം കോസ് 0 എന്ന് വരും. അപ്പോൾ അത് +1 വരും. +1. അപ്പോൾ ആ രണ്ടാമത്തെ ടൈം ഇരിക്കുന്നത് ഒന്ന് ശരിക്കും നോക്കണേ. ആ മൈനസ് അകത്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി മൈനസ് കോസ് 0 ആണ്. അവിടെ 0 ഇരിക്കുന്നത് മൈനസ് കോസ് 0 എന്നാണ്. മൈനസ് കോസ് 0 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് +1 കിട്ടും. ആ +1 ആദ്യം ഇരിക്കുന്നത് +1. ദാറ്റ് ഈസ് എക്സ്. പിന്നെ മറ്റേ ലിമിറ്റ്, ഒരു ലിമിറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ x ഡോട്ട് മൈനസ് x ഡോട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ 0 ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് x ഡോട്ട് എന്ന് മതി. 0 ടൈമിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പുറത്ത് കൂടി ചേർക്കുമ്പോൾ x ഡോട്ട് മൈനസ് x0. അപ്പോൾ മുകളിലെത്തുന്നത് നമുക്ക് x ഡോട്ട് മൈനസ് x0 എന്ന് എഴുതി വരാം. അപ്പോൾ x ഡോട്ട് മൈനസ് x0 ഡോട്ട് ഈസ് ഈക്വൽ ടു F0 by m ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. അപ്പോൾ x ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റിയാണ്. പിന്നെ x x0 ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ v0 എന്ന് എഴുതി റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം. x ഡോട്ട് ഈസ് ഈക്വൽ v0 പ്ലസ് F0 by m omega into 1 minus cos omega t. Equation number 2.
ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അപ്പോൾ അത് നമ്മളൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതി. എക്സ് ഡോട്ട് ഈസ് B0 പ്ലസ് F0 ബൈ M ഒമേഗ 1 മൈനസ് കോസ് ഒമേഗ ഇക്വേഷൻ നമ്പർ 2 റിപ്പീറ്റ് ചെയ്താലുണ്ട്. പിന്നെ ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് മാറ്റി പറയാൻ. എക്സ് ഡോട്ട് ഈസിക്കൽ V0 പ്ലസ് F0 ബൈ M ഒമേഗ മൈനസ് F0 ബൈ M ഒമേഗ കോസ് ഒമേഗ ടി. ഇതിനെ ഫർദർ നമ്മളൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ഡോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് കിട്ടും. ലിമിറ്റഡ് കൊടുത്താൽ എക്സ് മൈനസ് X0 0 ടു ടി ടൈം കൊടുത്താൽ എക്സ് മൈനസ് X0 ഈസ് ഈക്വൽ ടു അപ്പുറത്ത് ഈ V0 പ്ലസ് F0 ബൈ M ഒമേഗ കോൺസ്റ്റൻ്റ് എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പുറത്ത് ടി എഴുതിയാൽ മതി. മൈനസ് F0 ബൈ ഈ കോസ് ഒമേഗ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി കിട്ടും. ഒരു ഒമേഗ 1 ബൈ ഒമേഗ താഴെ വരും. അങ്ങനെ F0 ബൈ M ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും ഇൻറ്റഗ്രേഷൻ. ഈ കോസ് ഒമേഗ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴേ 1 ബൈ ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. ആ 1 ബൈ ഒമേഗ കൊണ്ട് താഴെയുള്ള M ഒമേഗയെ വിളിക്കുമ്പോഴാണ് നമുക്കിവിടെ F0 ബൈ M ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്ന് കിട്ടുന്നത്. ഈ മൈനസ് X0 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ X0 ഈസ് ഈക്വൽ ടു X0 പ്ലസ് V0 പ്ലസ് F0 ബൈ M ഒമേഗ ഇൻറ്റു ടി മൈനസ് F0 ബൈ M ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ഇക്വേഷൻ നമ്പർ 3 എന്ന് വരും. അപ്പം അതാണ് ഇക്വേഷൻ. This equation is used in studying or in this equation is used in studying scattering of electromagnetic radiation by free electrons in ionosphere. Ionosphere free electrons electromagnetic radiation സ്കാറ്റർ ചെയ്യുമ്പോൾ അവ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് മോളി പറഞ്ഞത്. This equation is used in studying scattering of electromagnetic radiations by free electrons in the ionosphere. അപ്പോൾ നമുക്കങ്ങനെ 2 മോഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മോഷൻ അണ്ടർ എ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ഉള്ളി. അപ്പോൾ ടൈം ഉള്ളി മോഷനാണ് പറഞ്ഞത്. ഈ മോഷൻ അണ്ടർ എ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ഉള്ളി. Or equation 4, motion under a force which depends on distance only. Examples are gravitational force and Coulombian force, electrostatic force or electromagnetic force. അത് 2 ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് F is equal to G M1 M2 by R square എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. രണ്ടാമത്തെ കൂളം ഇൻട്രാക്ഷൻ F is 1/4 pi epsilon 0 Q1 Q2 by R square. ഇവിടെ Q1 Q2 ചാർജ് ആർ ഡിസ്റ്റൻസ്, അതിനൊക്കെ എക്സ്പ്രഷൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 2 ഇക്വേഷൻ കൊണ്ടാണ് ഈ ഫോഴ്സ് ഡിസ്റ്റൻസിനെ മാത്രം ആശ്രയിച്ചാൽ നമ്മൾ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ 2 ഇക്വേഷൻ കൊണ്ടാണ്. അപ്പോൾ അതത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ഇക്വേഷനാണ്, അതായത് 4ാമത്തെ ഇക്വേഷൻ മോഷനാണ് പഠിക്കാൻ പോകുന്നത്. Equation for motion of a particle under resistive force. റെസിസ്റ്റീവ് ഫോഴ്സിൽ ഒരു പാർട്ടിക്കിൾ, അതായത് ഒപ്പോസിംഗ് ഫോഴ്സിൽ ഒരു പാർട്ടിക്കിൾ ചലിക്കുകയാണെങ്കിൽ അത് ഇക്വേഷൻ മോഷൻ എന്താണ്? അത് ഇക്വേഷൻ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നതാണ്. X is equal to V0 by K into 1 minus e raised to minus KT എന്നുള്ളതാണ്. ഒരു റെസിസ്റ്റൻസിൽ, ഒരു ഒപ്പോസിംഗ് ഫോഴ്സിൽ ഒരു വസ്തു, ഫ്രിക്ഷനുള്ള സ്ഥലത്ത് ഒരു വസ്തു പോവുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ മോഷനാണ് X is equal to V0 by K into 1 minus e raised to minus KT, where V0 is initial velocity, K resistive force of the medium per unit velocity per unit area. അതാണ് K. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് നോക്കാം. റെസിസ്റ്റീവ് ഫോഴ്സ് മോഷൻ, the resistive force is often proportional to velocity. റെസിസ്റ്റീവ് ഫോഴ്സ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ F is equal to ma എന്നുള്ള ഇക്വേഷൻ, F is ma, that is m into dv by dt. അപ്പോൾ v
വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാണ് എം ഇൻറ്റു ഡി ബൈ ഡി ടി ഈസിക്കൽ ടു നമ്മൾ മൈനസ് കെ എം ബി എന്ന് തന്നെ എഴുതും. എം ഇൻറ്റു ഡി ബൈ ഡി ടി നമ്മൾ കെ എം ബി എന്ന് പറയും. കാരണം ഡി ബൈ ഡി ടി ഈ റേറ്റ് ഓഫ് ചേഞ്ച് വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് മൈനസ് കെ എം ഡി ടി വേർ കെ എം ഈസ് ദി റെസിസ്റ്റൻസ് ഫോർ മാസ് എം. കെ എം ആണ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റീവ് ഫോഴ്സ് വെലോസിറ്റി പ്രപ്പോർഷണലാണ്. അപ്പോൾ എഫ് ഇസ് എം എന്നുള്ളൊരു പകരം നമുക്ക് മൈനസ് കെ എം എന്ന് പറയാം. കാരണം റെസിസ്റ്റീവ് ഫോഴ്സ് വെലോസിറ്റിക്ക് പ്രപ്പോർഷണലാണ്. എം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഡി വി ബൈ ഡി ടി മൈനസ് കെ വി എന്ന് കിട്ടും. ആ വി താഴെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി വി ബൈ ഡി ടി ഇസ് മൈനസ് കെ വി. ഡി വി ബൈ ബി ഈസ് ഇക്വൽ മൈനസ് കെ ഡി ടി ഇൻ്റഗ്രേറ്റിംഗ് ഇന്റഗ്രൽ ഡി വി ബൈ ബി ഈസ് ഇക്വൽ മൈനസ് കെ ഇന്റഗ്രൽ ഡി ടി ഇന്റഗ്രൽ ഡി വി ബൈ വി 1/x dx എന്ന് പറയുന്ന പോലെ log v is equal to log v to the base c is equal to minus kt plus c1. c1 is a constant of integration. That is equation number 2. When t is equal to 0, let v is equal to v0. Equation 2 becomes another log v0 is equal to minus k into 0 plus c1. അപ്പോൾ ആർ ടി എസിൽ ഒരു ടൈം 0 ആകുമ്പോൾ c1 is log v0. അത് വീണ്ടും ഇക്വേഷൻ 1ലേക്ക് കൊടുക്കണം. പുട്ടിങ് ഇക്വേഷൻ 2ലേക്ക് കൊടുക്കണം. പുട്ടിങ് ഇൻ ഇക്വേഷൻ 2 log v is equal to minus kt plus log v0. പിന്നെ log v0 ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. അപ്പം log v മൈനസ് log v0 എന്ന് വരും. log m മൈനസ് log n log m ബൈ n എന്ന് പറയുന്ന രീതി. അപ്പോൾ ദാറ്റ് ഈസ് log v by v0 to the by c is equal to minus kt. ഇത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റണം. റൈറ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അത് വായിക്കാം. റൈറ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അപ്പോൾ ഇ റൈസ് ടു മൈനസ് കെ ടി എന്ന് വരും. ഇ റൈസ് ടു മൈനസ് കെ ടി ഈസ് ഇക്വൽ വി ബൈ v0 എന്ന് എഴുതണം എക്സ്പോണൻഷ്യൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ. അറിയാമല്ലോ log m to the base x ആണെങ്കിൽ a റൈസ് ടു x m എന്ന് എഴുതുന്ന രീതി. അപ്പോൾ log v0 v by v0 to the base c is equal to minus kt ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് കെ ടി ഈക്വൽ ടു ബി ബൈ v0. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണിക്കുന്നത്. That is v by v0 is e raised to minus kt. v is v0 e raised to minus kt. അപ്പോൾ പിന്നെ വെലോസിറ്റി ആണ്. അത് ഡിസ്പ്ലേസ്മെന്റ് ഡെറിവേറ്റീവ് ആണ്. അതുകൊണ്ട് പറയും dx by dt is equal to v0 e raised to minus kt cross multiply dx is equal to v0 e raised to minus kt dt integrating integral dx is equal to v0 integral e raised to minus kt dt. Integral dx is x. v0 is constant. So minus v0 when we integrate e raised to minus kt we get minus 1 by k e raised to minus kt. That minus is coming in front. So minus v0 by k e raised to minus kt plus c2. c2 is another constant of integration. And that constant we find as follows. If t is equal to 0, then x is 0. അപ്പോൾ ടൈം 0 ആണെങ്കിൽ ദൂരം ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ മുകളിൽ കൊടുക്കുമ്പോൾ 0 is equal to minus v0 by k e raised to 0 plus c2 എന്ന് കിട്ടും. e raised to 0 നമുക്കറിയാം 1 ആണ്. അപ്പോൾ c2 is equal to v0 by k. ഇത് വീണ്ടും ആ മുകളിലത്തെ ഇക്വേഷൻ അത് കൊടുക്കണം. ഏത് ഇക്വേഷനാണ്? ഇക്വേഷൻ ഇത് ഈ കാണുന്ന എക്സിൻ്റെ ഇക്വേഷൻ അത് കൊടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് v0 by k e raised to minus kt plus v0 by k. v0 by k കോൺഫാക്ട് ആക്കി പുറത്തെടുക്കണം. എക്സ് ഇസ് v0 by k into 1 minus e raised to minus kt. That's the final equation. This is equation for the path of a particle when t path of a particle with when t tends to infinity. When t tends to infinity and t ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ path of a particle അതിന് കണ്ടീഷൻ കേട്ടോ. This is equation for path of a particle.
വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി, അതൊരു കണ്ടീഷനാണ്. വെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് കെ ടി ഈസ് ഈക്വൽ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വിച്ച് ഇസ് 0. Then x is equal to v0 by k. Thus the particle comes to rest after traveling a distance of v0 k. അത് ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്, അത് വായിക്കാൻ പറ്റുന്നതാണ്. Thus the particle comes to rest after traveling a distance equal to v0 by k. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 മോഷൻ പറഞ്ഞല്ലോ ഇവിടെ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ആയിരിക്കും. ക്വസ്റ്റ്യൻസ്: ഡിറൈവ് ഇക്വേഷൻ ഫോർ സ്കാറ്ററിംഗ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ബൈ ഫ്രീ ഇലക്ട്രോൺസ്, നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ നമ്പർ 2, ഗിവ് 2 ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ എ ഫോഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ഉള്ളി, അത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, കൂളംസ് ലോ ആണ്. നമ്പർ 3, ഡിറൈവ് ഇക്വേഷൻ ഫോർ മോഷൻ ഓഫ് പാർട്ടിക്കിൾ അണ്ടർ റെസിസ്റ്റീവ് ഫോഴ്സ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. That is all with your 7th lecture on classical physics, classical relativistic mechanics. Thank you very much.